ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും അടുത്ത ആഴ്ചയിലെ വരാനിരിക്കുന്ന സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷമായിട്ടാട്ടോ ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷവും പ്രമോയൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? അടിപൊളി വിശേഷം തന്നെയാണ്. നമ്മുടെ സച്ചി ഒരിക്കലും ക്ഷമിക്കില്ല സുധിയോട്. കാരണം അത്രമാത്രം നമ്മുടെ സച്ചി ആ ഒരു സമയത്ത് അനുഭവിച്ച ആ ഒരു വേദന എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത വേദന തന്നെയാണ്. ഒരു ചെറുപ്പക്കാരും സഹിക്കാത്തൊരു കാര്യം തന്നെയാണ്. താൻ ആഗ്രഹിച്ചിരുന്നില്ല ആ ഒരു സമയത്ത് വിവാഹം കഴിക്കാനൊന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സുധി കാരണമാണ് സച്ചിക്ക് വിവാഹം കഴിക്കേണ്ടി വന്നത്. അതൊക്കെ പോട്ടെ, അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. അതിൽ കൂടുതലും വേദന എന്ന് പറയുന്നത് തൻ്റെ അച്ഛനെ എല്ലാവരുടെയും മുമ്പിൽ അപമാനിച്ചിട്ട് ഇറങ്ങിപ്പോയ സുധിയോട് ഒരിക്കലും പൊറുക്കാൻ നമ്മുടെ സച്ചി തയ്യാറാവില്ല. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ സച്ചി വീണുപോയി. വേറെ ഒന്നിലും അല്ല വീണത്, നമ്മുടെ ചന്ദ്രയുടെ ആ ഒരു പറച്ചിലാണ് കേട്ടോ. അമ്മയാടാ പറയുന്നത് എന്ന് പറഞ്ഞപ്പോഴേക്കും എന്തോ നമുക്കും സങ്കടം വന്നില്ല, നിങ്ങൾക്ക് സങ്കടം വന്നില്ല. ആ ഒരു ഇതൊക്കെ കാണുമ്പോഴേ നമ്മുടെ സച്ചി ആദ്യമായിട്ടാണ് അത്രയധികം ആ ഒരു ഫീലിങ്സ് അനുഭവിക്കുന്നത്, അമ്മ എന്ന ആ ഒരു പരിഗണന കിട്ടിയത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ സച്ചിയുടെ മനസ്സൊന്ന് അലിഞ്ഞു പോയി. ഏതായാലും അതൊക്കെ കണ്ടു കഴിഞ്ഞു. അപ്പം ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഇനി പറയുന്നില്ല. അങ്ങനെ നമ്മുടെ ചന്ദ്ര പോയി സുധീനെ അകത്തേക്ക് കയറ്റിക്കൊണ്ട് വരാൻ വേണ്ടി തുടങ്ങുകയാണ്. അങ്ങനെ അകത്തേക്ക് കയറ്റിക്കൊണ്ട് വന്നതും ആ ഒരു വരാന്തയിലേക്ക്, അതായത് ആ ഒരു ഉമ്മറത്തേക്ക് എത്തുന്ന ആ ഒരു സമയത്ത് നമ്മുടെ സച്ചി ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അതെ, ഈ വീട്ടിൽ കയറി താമസിക്കാം, പക്ഷേ അതിന് കുറച്ച് നിബന്ധനകളുണ്ട്, അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആ ഒരു കണ്ടീഷൻസ് അനുസരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം സുധിക്ക് ഈ വീട്ടിൽ താമസിക്കാം, ഇല്ലെങ്കിൽ ഇവിടെ താമസിക്കാൻ പറ്റില്ല. 50 ലക്ഷം രൂപ എന്ന് നീ തരുന്നോ അന്ന് നീ ഇവിടെ താമസിച്ചാൽ മതി, അല്ലെങ്കിൽ എനിക്ക് നീ ഒരു വാക്ക് തരണം, 6 മാസത്തിനുള്ളിൽ 50 ലക്ഷം രൂപ എൻ്റെ കൈ കൊണ്ട് തരുമെന്ന്. അതെനിക്ക് വേണ്ടിയൊന്നുമല്ല, എൻ്റെ അച്ഛന് വേണ്ടി. എൻ്റെ അച്ഛൻ ചോര നീരാക്കി ഉണ്ടാക്കിയ പൈസയാണത്. അതിനി നിനക്ക് അവകാശമില്ല. ഇനി അതെനിക്കും എൻ്റെ അനിയനും ഉള്ളതാ. നീയേ അതിനുള്ള അവകാശം നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. അതുകൊണ്ട് അത് നിനക്ക് പറ്റുമോ? ആ 50 ലക്ഷം രൂപ നിനക്ക് 6 മാസത്തിനുള്ളിൽ തരാൻ പറ്റുമോ? എങ്കിൽ നീ കയറി ബാ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ സുധി അമ്മ ഞാൻ കൊടുക്കാം എന്നിങ്ങനെ വെപ്രാളത്തോടെ പറയുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയ്ക്ക് വല്ലാത്തൊരു പേടി. 50 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ചില്ലറ കേസല്ല എന്ന് ചന്ദ്രയ്ക്ക് അറിയാം. അങ്ങനെ ചന്ദ്ര പറഞ്ഞു അവൻ കൊടുക്കും, ഞാൻ ഉറപ്പ് തരാം, അവൻ 50 ലക്ഷം രൂപ നിനക്ക് തരും. അതുപോലെ എങ്കിൽ പിന്നെ എൻ്റെ മോനെ അകത്തേക്ക് കയറ്റാമല്ലോ എന്ന് പറയുമ്പം അതൊന്നും ഇങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, അതിനൊക്കെ ഒരു വാക്ക് തരണം, വാക്ക്. അതും സുധി, നിൻ്റെ അമ്മയില്ലേ, നിൻ്റെ അമ്മേനെ, അതായത് ടീച്ചർ അമ്മേനെ തലയിൽ തൊട്ട് നീ സത്യം ചെയ്യണം, 6 മാസത്തിനുള്ളിൽ ഈ തുക നീ ഇവിടെ വയ്ക്കുമെന്ന്. ഇത് കേട്ടതും നമ്മുടെ ചന്ദ്ര ഒന്ന് ഞെട്ടിപ്പോയി. ചന്ദ്രയുടെ തല പൊട്ടിത്തെറിച്ചാലോ? ഏതായാലും സുധിയെ കൊണ്ട് 50 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റുമെന്നോ ഉറപ്പൊന്നുമില്ല ചന്ദ്രയ്ക്ക്. അതുകൊണ്ട് ചന്ദ്ര പറഞ്ഞു, അത് നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അത് രവിയേട്ടാ ഇവൻ പറയുന്നത് കേട്ടോ, ഈ സച്ചി പറയുന്നത് കേട്ടോ. അത് പിന്നെ 6 മാസം കൊണ്ട് എൻ്റെ മോൻ 50 ലക്ഷം രൂപ ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞാൽ, ഓഹോ, ഒരു ദിവസം കൊണ്ട് അവൻ 50 ലക്ഷം രൂപ കളയാങ്കിലേ ഈ 6 മാസം കൊണ്ട് അവൻ 50 ലക്ഷം രൂപ നിസ്സാരമായിട്ട് ഉണ്ടാക്കാം. എൻ്റെ ചന്ദ്രേ, സച്ചി പറഞ്ഞല്ലോ, അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. സച്ചി എന്ത് തീരുമാനിക്കുന്നോ ആ ഒരു തീരുമാനത്തിനോട് ഞാൻ ഇനി യോജിക്കത്തുള്ളൂ. അറിയാലോ, എൻ്റെ ആ ഒരു സമയത്ത് എന്നെ രക്ഷിച്ചത് എൻ്റെ സച്ചി മോനാ. അതുകൊണ്ട് അവൻ എന്ത് ഡിമാൻഡ് പറഞ്ഞാലും സുധി കേട്ടേ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ചന്ദ്ര പറയാം, മോനെ നിന്നെക്കൊണ്ട് പറ്റുമോടാ 50 ലക്ഷം രൂപ 6 മാസം കൊണ്ട് ഉണ്ടാക്കാൻ? പറ്റൂടാ മോനെ, നിന്നെക്കൊണ്ട് പറ്റും. നിനക്ക് നല്ല എക്സ്പീരിയൻസ് ഇല്ലേ, നിനക്ക് പെട്ടെന്ന് ജോലി കിട്ടില്ലേ, ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുകയല്ലേ, അവിടെ പോയി കഴിഞ്ഞാൽ മോന് പറ്റും. 6 മാസം കൊണ്ട് 50 ലക്ഷമെങ്കിൽ 50 ലക്ഷം ഈ അമ്മയുടെ തലയെ തൊട്ട് സത്യം ചെയ്യണം മോനെ, ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെന്ന് സത്യം ചെയ്യണം മോനെ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സുധി നമ്മുടെ ചന്ദ്രയുടെ തലയിൽ തൊട്ട് ആ സത്യം കൊടുക്കുകയാണ്, 50 ലക്ഷം രൂപ 6 മാസത്തിനുള്ളിൽ കൊണ്ട് തന്നേക്കാന്ന്. ഏതായാലും അതോടുകൂടി അവിടുത്തെ ആ ഒരു പ്രശ്നം അങ്ങോട്ട് ഒതുങ്ങി തീർന്നു. എന്നിട്ട് പ്രത്യേകിച്ച് നമ്മുടെ സച്ചി പറഞ്ഞു, ഇത് വെറും വാക്കു മാത്രമല്ല, അറിയാലോ, ടീച്ചർ അമ്മയുടെ തലയിൽ തൊട്ടാണ് സത്യം ചെയ്തിരിക്കുന്നത്. ഇതിവൻ നടപ്പിലാക്കിയില്ലെങ്കിൽ അറിയാലോ ആർക്കാ പ്രശ്നം? ടീച്ചർ അമ്മയുടെ കാര്യം പോക്കാകും. അത് വേണ്ടാത്തോണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇതാവുമ്പം ടീച്ചർ അമ്മയ്ക്കും കുറച്ച് ഉത്സാഹം കാണും, മകനെ കൊണ്ട് 50 ലക്ഷം രൂപ ഉണ്ടാക്കാനുള്ള ഉത്സാഹം കാണും. അതുകൊണ്ട് മകനെ കൊണ്ട് ഈ പൈസ ഉണ്ടാക്കിപ്പിച്ച് എനിക്ക് തന്നോണം, അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ടീച്ചർ അമ്മയ്ക്കാണ് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഒരു പോക്കങ്ങ് പോയി. നമ്മുടെ ചന്ദ്ര അങ്ങ് വിയർത്ത് കുളിച്ച് നിൽക്കുകയാണ്. ഏതായാലും സുധീനെ അകത്ത് കയറ്റിയല്ലോ.
അങ്ങനെ നമ്മുടെ രേവതി ഇതെല്ലാം കേട്ടൊന്ന് പകച്ചു നിൽക്കുകയാണ് കേട്ടോ. കാരണം അപ്പോഴാണ് രേവതി ആ ഒരു 50 ലക്ഷം രൂപയുടെ കണക്കും 50 ലക്ഷം രൂപ തനിക്ക് തന്നാൽ മാത്രമേ വിവാഹം നടത്തുമെന്ന് നമ്മുടെ രവി അതായത് സുധി പറഞ്ഞ കാര്യമൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓർക്കുകയാണ്. അങ്ങനെ ഇങ്ങനെ ഓർത്ത് നിൽപ്പുണ്ട്, എനിക്ക് 50 ലക്ഷം രൂപ വിലയിട്ടോ എന്നൊക്കെ ഓർത്ത് നിൽപ്പുണ്ട്. പക്ഷേ അത് നമ്മുടെ രവിയുടെ സ്നേഹം കൊണ്ട് തന്നെയാണെന്ന് അറിയാം രേവതിക്ക്. അതുകൊണ്ട് തന്നെ നമ്മുടെ രേവതി അത് കണ്ണടച്ച് വിടുകയാണ്. ഇതേ സമയം ആയിക്കോട്ടെ, കുറച്ച് നേരമൊക്കെ കഴിഞ്ഞു. നമ്മുടെ സുധി ആണെങ്കിൽ വെളിയിലൊന്നും ഇറങ്ങി വരുന്നില്ല. സുധി ആ റൂമിൽ തന്നെ ഇരിക്കുക. അങ്ങനെ സുധി ആ റൂമിൽ ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാനൊന്നും ഇറങ്ങി വരുന്നില്ല കേട്ടോ. അപ്പോൾ ആ റൂമിൽ ഇരിക്കുകയാണ് സുധി. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ ചന്ദ്ര ചെന്നിട്ട് മോൻ എന്താ ഇങ്ങനെ നിൽക്കുന്നത്, ഇങ്ങനെ ഇവിടെ ഈ റൂമിൽ തന്നെ ഇരിക്കുന്നത്, ഇങ്ങനെ റൂമിൽ തന്നെ ചടഞ്ഞു കൂടി ഇരിക്കുന്നത് എന്തിനാ? മോൻ്റെ വീടും കൂടെ അല്ലേ ഇത്? എൻ്റെ വീട്, അതെനിക്കും കൂടെ തോന്നണ്ടേ അമ്മ. അതും എൻ്റെ അനിയനായ സച്ചി എന്നെ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലിയില്ലേ അമ്മ. ഞാൻ എല്ലാവരുടെയും മുഖത്ത് എങ്ങനെ നോക്കും? പ്രത്യേകിച്ച് ആ രേവതിയുടെ മുഖത്തൊക്കെ ഞാൻ എങ്ങനെ നോക്കും? ദേ മോനെ, ഇപ്പം നമുക്ക് ഒന്ന് പത്തി താഴ്ത്തണം, എന്നിട്ട് നമുക്കും പത്തി ഉയർത്താൻ അവസരം ലഭിക്കും. അപ്പം നമുക്ക് പത്തി ഉയർത്താന്നേ. അപ്പം പത്തി ഉയർത്തുക മാത്രമല്ല, നമ്മൾ ഇവിടെ പത്തി ഉയർത്തി ആടും. ദേ നമ്മുടെ ഒരേ ഒരു ശത്രു വേറെ ആരുമല്ല, അവളാ, ആ രേവതി. അവൾ കാരണമാണ് ഇതൊക്കെ ഇവിടെ അറിഞ്ഞത്. അവൾ എൻ്റെ പുറകെ നടന്ന് ലാസ്റ്റ് കൈക്കലാക്കാനുള്ളതൊക്കെ കണ്ടുപിടിച്ച് അവൾ കൈക്കലാക്കി രവിയേട്ടനോട് വേദം ഓതി കൊടുത്തു. ഇതെല്ലാം അവൾ കാരണം തന്നെയാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും നീ ഒരു കാര്യം ചെയ്യണം, ജോലിക്ക് പോകണം. ജോലിക്ക് പോയി എൻ്റെ മോനൊരു വിവാഹവും കഴിച്ച് ദേ അത് കഴിയുമ്പോഴാണ് ഇനി ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് മോൻ കണ്ടോ. ഇതിനെല്ലാം പകരം നമ്മൾ ചോദിക്കും. പിന്നെ 50 ലക്ഷം രൂപയുടെ കാര്യം മോൻ മറക്കരുത്. 50 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ മോൻ എൻ്റെ തലയിൽ തൊട്ടല്ലേ സത്യം ചെയ്തത് എന്നൊക്കെ പറഞ്ഞപ്പം 50 ലക്ഷം രൂപയൊക്കെ നമുക്ക് ഉണ്ടാക്കാമ്മ. അത് ഞാൻ ഉണ്ടാക്കി കാണിക്കും, എന്നിട്ട് കൊടുക്കും. ബാധ്യതയൊക്കെ തീർക്കണം. എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടായല്ലേ. വേണ്ട മോനെ, ബുദ്ധിമുട്ടൊക്കെയുണ്ട്, എങ്കിലും എൻ്റെ കുഞ്ഞിനെ ഇവർ വീട്ടിൽ കയറ്റിയല്ലോ, അത് തന്നെ വലിയ സമാധാനം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇതേ സമയം ആയിക്കോട്ടെ, അതായത് പിന്നെ കാണിക്കുന്ന ഒരു സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ സുധി ജോലിക്ക് പോവാണ്. അങ്ങനെ നമ്മുടെ സുധി നേരെ ജോലിക്ക് പോയി. ജോലിക്ക് ചെല്ലുന്നത് ഒരു ഓഫീസിലാണ്. ആ ഒരു ഓഫീസിലെ മേഡം എന്ന് പറയുന്നത് നമ്മുടെ ശ്രുതിയില്ലേ, നമ്മുടെ ശ്രുതിനെ, അതായത് ശ്രുതി ഒരു ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്താൻ പോയില്ല ഒരു മേഡം, നിങ്ങൾക്കറിയായിരിക്കാം. ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഒരാൾ നമ്മുടെ ശ്രുതിനെ ശല്യം ചെയ്തതൊക്കെ. അപ്പോൾ ആ മേഡത്തിൻ്റെ അടുത്താണ് കേട്ടോ നമ്മുടെ സുധി പോകുന്നത് ജോലിക്ക്. അങ്ങനെ നമ്മുടെ സുധി ജോലിക്ക് പോകുന്നു. നമ്മുടെ സുധി അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും സുധിക്ക് അനുഭവിക്കേണ്ടി വരുന്നത് ഒരു അടിമയെ പോലെ തന്നെ പണിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ നമ്മുടെ സുധി ആദ്യത്തെ ദിവസം തന്നെ അവിടെ ചെന്നപ്പോഴത്തേക്കും അവരോരോ കാര്യങ്ങളൊക്കെ പറയുന്നു. അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ നമ്മുടെ ശ്രുതി എത്തുന്നത് വേറെ ഒന്നിനുമല്ല, ആ ഒരു തെറാപ്പിസ്റ്റാണല്ലോ, അപ്പം ട്രീറ്റ്മെൻറ്റ് നടത്താനാണ്. ആ ഓഫീസിനുള്ളിൽ ആ ക്യാബിനിൽ വെച്ച് തന്നെയാണ് ആ തെറാപ്പീസൊക്കെ നടത്തുന്നത്. നമ്മുടെ ആ ഒരു മേഡത്തിനെ കിടത്തി നമ്മുടെ ശ്രുതി മസാജൊക്കെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം തൊട്ടടുത്ത് നമ്മുടെ ശ്രുതി അല്ലാട്ടോ ചെയ്തു കൊടുക്കുന്നത്, ശ്രുതി. അപ്പോൾ തൊട്ടടുത്ത് നമ്മുടെ ശ്രുതിയുണ്ട്. നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഇവർ പറയുന്നതൊക്കെ കേട്ട് ഇങ്ങനെ എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരുന്നപ്പോഴാണ് ശ്രുതി വന്നത്. ശ്രുതി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി അവിടെ തന്നെ നിൽക്കുന്നു. അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തുമ്പോൾ, മസാജൊക്കെ നടത്തുമ്പോഴും നമ്മുടെ ശ്രുതി അവിടെ തന്നെ നിൽക്കണം. അപ്പോൾ ശ്രുതിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത ഫീൽ ചെയ്യുക. കാരണം ഇവരുടെ ആ ഒരു പ്രൈവസി, അവരുടെ ആ ഒരു സ്വകാര്യ നിമിഷങ്ങളൊക്കെയാണ് നമ്മുടെ ശ്രുതിയും കൂടെ അവിടെ നിന്ന് കാണുന്നത്. തെറാപ്പിസ്റ്റ് ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, തിരുമ എന്നുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. അപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, മേഡം ഞാൻ എന്നാൽ മാറി നിൽക്കാം, മേഡം ഇവിടുന്ന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വന്നാൽ പോരെ എന്ന് പറയുമ്പം പറ്റില്ല, ട്രീറ്റ്മെൻറ്റൊക്കെ ഒരു സൈഡിൽ കൂടെ നടന്നോളും, താനിവിടെ നിൽക്കുക. ഈ ടൈം എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി വിലപ്പെട്ടതാണ്. ഈ ടൈം ഒന്നും കളയാൻ എനിക്കില്ല. അതുകൊണ്ട് ഇതൊരു സൈഡിൽ കൂടെ നടക്കും, ഞാൻ പറയുന്ന ജോലിയും ഒരു സൈഡിൽ കൂടെ അങ്ങോട്ട് നടത്തണം. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇപ്പം കേട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് കുറേ ലിസ്റ്റൊക്കെ പറയുകയാണ്. കുറേ നമ്മുടെ ശ്രുതി കേട്ടു വന്നു. ശ്രുതിക്ക് ദേഷ്യം വന്നു കേട്ടോ. ശ്രുതിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. കാരണം ഇവർ വീണ്ടും ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, തിരുമിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ശ്രുതി പറഞ്ഞു, ഇത് അത്രയ്ക്ക് ശരിയല്ല മേഡം. കാരണം ഞാൻ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് നടത്തുമ്പോഴാണോ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കണത്, ഇതൊന്നും എനിക്ക് അത്രയ്ക്ക് നിലവാരമുള്ള കാര്യമായിട്ട് തോന്നുന്നില്ലെന്ന് പറഞ്ഞപ്പം, ഓഹോ താൻ വന്ന ദിവസം തന്നെ എൻ്റെ മെക്കിട്ട് കയറാറായോ എന്ന് ചോദിക്കുമ്പം, അതെ മേഡം ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് അത്യാവശ്യം വിദ്യാഭ്യാസവും യോഗ്യതയൊക്കെ ഉള്ള ഒരാളാണ്, എക്സ്പീരിയൻസും ഉള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ മേഡത്തിൻ്റെ കൂടെ എനിക്ക് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ അടിമയെ പോലെ അല്ല ഒരു
സ്റ്റാഫിനെ നിങ്ങൾ കാണേണ്ടത്. ഇതിപ്പം ഏതാണ്ട് അടിമേനെ പോലെ നിങ്ങളുടെ മാനേജറെ പോലെയാണല്ലോ എന്നെ കാണുന്നത്. ഞാൻ നിങ്ങളുടെ മാനേജറല്ലല്ലോ, ഞാൻ ഈ ഓഫീസിൽ ജോലി ചെയ്യാൻ വന്നതല്ലെന്ന് പറയുമ്പോൾ ഓഹോ നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരമോ? നിന്നെ ഇവിടെ ഞാൻ എടുത്തതേ നിൻ്റെ സർട്ടിഫിക്കറ്റിലെ ആ ഒരു ക്വാളിഫിക്കേഷനൊക്കെ കണ്ടിട്ടാ. മര്യാദയ്ക്ക് പൊക്കോളാൻ പറഞ്ഞു. അല്ലെങ്കിലും മേഡം ഞാനിവിടെ നിൽക്കുന്നില്ല, ഞാൻ പോകുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ശ്രുതി കേട്ടോണ്ട് നിൽപ്പുണ്ട്. അപ്പോൾ ശ്രുതി ഇതൊക്കെ തിരുമിയൊക്കെ കഴിഞ്ഞ്, അതായത് മസാജ് ചെയ്തൊക്കെ കഴിഞ്ഞ് ശ്രുതി പുറത്തേക്ക് ഇറങ്ങി വന്നു. ശ്രുതി പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേക്കും ശ്രുതിയോട് പറയുകയാണ്, അതെ സാർ ഞാനൊരു കാര്യം പറയട്ടെ സാർ, എന്നെക്കുറിച്ചൊന്നും തോന്നരുത്. മേഡം എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞ് എനിക്ക് ചെയ്തേ പറ്റൂ. കാരണം മേഡത്തിൻ്റെ തെറാപ്പിസ്റ്റാണ് ഞാൻ. അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്തേ പറ്റൂ. അതുകൊണ്ട് സാറിന് എന്നോടൊന്നും തോന്നരുതെന്ന് പറഞ്ഞപ്പം കുട്ടിയോട് എനിക്ക് എന്ത് തോന്നാനാ? എനിക്ക് കുട്ടിയോടൊന്നും തോന്നുന്നില്ല. പക്ഷേ ആ സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീ ചെയ്തത് വൃത്തികേടാണ്. വൃത്തികേടെന്ന് വെച്ചാൽ പരമ വൃത്തികേട്. അതും ഒരു സ്ഥാപനത്തിലെ MD ആയ ഒരു സ്ത്രീ ചെയ്യേണ്ട കാര്യമാണോ ചെയ്തത്? പണത്തിനു മേലെ പരുന്തും പറക്കുന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഏതായാലും പണം ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് ഈ ഒരു ഗതി വന്നത്. അതുകൊണ്ട് എനിക്ക് ഒരേ ഒരു ലക്ഷ്യമുള്ളൂ, എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം. പണമില്ലാത്തത് കൊണ്ട് ഇവരുടെ കീഴിൽ കിടന്ന് ജോലിയൊന്നും ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പണത്തിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്കും ശ്രുതിക്ക് പെട്ടെന്ന് ഇയാൾ പറയുന്നതല്ല ഞാൻ പറയുന്ന പോലെ തന്നെയാണല്ലോ. കാരണം ശ്രുതിക്കും പൈസ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രുതിയും ചാകുമല്ലോ. പൈസ എവിടെ കിട്ടുന്നോ അവിടെ നമ്മുടെ ശ്രുതിയും പലന്ന് വീഴും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതി പറയുന്നത് കേട്ടപ്പോഴത്തേക്ക് ഇയാളും ഞാനും തമ്മിൽ എന്തോ ഒരു ചെറിയൊരു ബന്ധമല്ല, സാമ്യ എന്നതാ പറയുക, ഇതിന് സമമാണ് എന്ന് പറയൂല്ലേ, അവർ തമ്മിൽ ഈക്വലാണ് എന്ന് തോന്നുകയാണ്. അവരുടെ ആ ഒരു ക്യാരക്ടർ തമ്മിൽ ഈക്വൽ ആണെന്ന് തോന്നുകയാണ് നമ്മുടെ ശ്രുതിക്ക്. അങ്ങനെ ശ്രുതി അവിടുത്തെ പിരിയുന്നു. അവിടുന്ന് എന്നിട്ട് നമ്മുടെ ശ്രുതി ആണെങ്കിൽ തൻ്റെ ക്വാളിഫിക്കേഷനൊക്കെ തെളിയിക്കുന്ന ആ ഒരു സർട്ടിഫിക്കറ്റൊക്കെ എടുത്ത് കാണിക്കുകയാണ്. കണ്ടോ എനിക്ക് ഇത്രയും വിദ്യാഭ്യാസവും യോഗ്യതയുള്ള ഞാനിവിടെ ഈ പെണ്ണുപിള്ളയുടെ കീഴിൽ ജോലി ചെയ്യേണ്ട കാര്യം എനിക്കുണ്ടോ? ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അവിടെ പിരിയുകയാണ്. അവർ തമ്മിൽ അവിടെ അങ്ങനെ പിരിയുന്നു. അങ്ങനെ നമ്മുടെ ശ്രുതി നേരെ വീട്ടിലേക്ക് ചെല്ലുന്നു. വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കുമാണ് ചന്ദ്ര ഇതെന്താ മോനെ നീ ജോലിക്ക് പോയിട്ട് പെട്ടെന്ന് വന്നത്, നീ എന്തെങ്കിലും മറന്നു വെച്ചോ എന്ന് ചോദിക്കുമ്പം അമ്മേ എനിക്ക് പറ്റില്ല അമ്മേ ആ ജോലി ചെയ്യാൻ, എനിക്ക് ഒരിക്കലും പറ്റില്ല എന്ന് പറയാം. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അത് വേറൊന്നുമല്ല, ഞാൻ എന്തിനാ ആ ജോലി ചെയ്യുന്നത്? ആ പെണ്ണുപിള്ളയുടെ അടിമയായിട്ടാണ് ഞാൻ അവിടെ നിൽക്കേണ്ടത്. ആ പെണ്ണുപിള്ള പറയുന്ന എല്ലാം കേൾക്കണം ഞാൻ. അതുമല്ല അവിടെ മസാജിങ് നടക്കുമായിരുന്നു. അപ്പോൾ ആ റൂമിനകത്ത് ഇരുത്തി ഞാൻ ജോലി ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും എനിക്ക് പറ്റില്ലെന്ന് പറയുമ്പം അയ്യോ മോനെ ഇതൊക്കെ എങ്ങനെ ശരിയാകും? മോനെ അഡ്ജസ്റ്റ് ചെയ്യുക, 50 ലക്ഷം രൂപ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കാമേ, അതൊക്കെ ഉണ്ടാക്കി കൊടുക്കാം എന്ന് പറഞ്ഞ് ആ സ്ത്രീയുടെ കാല് പിടിച്ച് ആ സ്ത്രീയുടെ കാൽക്കൽ വീണ് കിടന്ന് എനിക്ക് ജോലി ചെയ്യാനൊന്നും പറ്റില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ രേവതി അമ്മയ്ക്ക് കോഫി കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും കൊണ്ടുവാ എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതി കോഫി എടുത്തുകൊണ്ട് വന്നു. ഒരു കോഫി എടുത്തുകൊണ്ട് വന്നുള്ളൂ. ഒരു കോഫി എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും ഇതെന്താ നീ ഒരു കോഫി കൊണ്ടുവന്നത്? എൻ്റെ മകന് നീ കോഫി കൊടുക്കൂലേ? ഇല്ല, അമ്മയുടെ മകന് ഞാൻ കോഫി കൊടുക്കില്ല, എനിക്ക് അമ്മയ്ക്ക് കോഫി തരാനുള്ള ഉത്തരവാദിത്തമുള്ളൂ. അതെന്താടി നീ അങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമാവുകയാണ് അവിടെ. നമ്മുടെ രേവതി പറഞ്ഞു ഇല്ല ഞാൻ കോഫി തരില്ല എന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ഫൈറ്റ് ആകുന്നു. നമ്മുടെ സച്ചി അപ്പോൾ വരുന്നു. സച്ചി വന്നിട്ട് പറയുകയാണ് അല്ലെങ്കിലും ഇവനെന്തിനാ ഇവൾ കോഫി കൊടുക്കണത്? അതിൻ്റെ കാര്യമുണ്ടോ? അതിൻ്റെ കാര്യമില്ലല്ലോ. ഇവൻ ഇനി ഈ വീട്ടിലെ അടിമയാണ്, പ്രത്യേകിച്ച് എൻ്റെ അടിമ. എനിക്ക് 50 ലക്ഷം രൂപ എന്ന് തരുന്നോ അന്നേ ഇവൻ ഈ അടിമയല്ലാതെ അടിമത്തത്തിൽ നിന്ന് ഇവന് സ്വാതന്ത്ര്യം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവൻ ഈ വീട്ടിൽ ജോലി ചെയ്യണം, ഇവൻ്റെ കാര്യങ്ങളൊക്കെ ഇവൻ തന്നെ ചെയ്യണം, അല്ലാതെ ഇവളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. ഏതായാലും ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് ഒരു ചെറിയ സന്തോഷമൊക്കെ ആയിട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സീൻ കാണിക്കുന്നുണ്ട്. നമ്മുടെ സച്ചിയാണെങ്കിൽ സുധീനെ വാരാൻ പറ്റുന്നിടത്തോളം വാരുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ആയിക്കോട്ടെ നമ്മുടെ ചന്ദ്ര അമ്പലത്തിൽ പോയി പുഷ്പാഞ്ജലിയൊക്കെ കഴിക്കുകയാണ്. ആർക്ക് വേണ്ടി? നമ്മുടെ സുധിക്ക് വേണ്ടി, രവിക്ക് വേണ്ടി. പക്ഷേ സച്ചിക്ക് വേണ്ടി പുഷ്പാഞ്ജലി ഒന്നും നടത്തുന്നില്ല. അപ്പോൾ അവിടെ പെട്ടെന്ന് ചെല്ലാനിടയായി നമ്മുടെ രേവതി. അപ്പോൾ രേവതി ഈ പുഷ്പാഞ്ജലി നടത്തുന്നതൊക്കെ കേൾക്കുകയാണ് സുധിക്ക് വേണ്ടിയും അതുപോലെ സുധിയുടെ അനിയന് വേണ്ടിയും, അതായത് അവിടുത്തെ ഏറ്റവും ഇളയൊരു അനിയനുണ്ടല്ലോ അവന് വേണ്ടിയും അതുപോലെ രവിക്ക് വേണ്ടിയൊക്കെ നടത്തുമ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്ക് വേണ്ടി നടത്തുന്നില്ല കേട്ടോ. അങ്ങനെ വലിയ രീതിയിൽ നമ്മുടെ രേവതിക്ക് പാവം തോന്നുകയാണ്. എന്നിട്ട് രേവതി തന്നെ ആ ഒരു ഇത് നടത്തുകയാണ്, പുഷ്പാഞ്ജലി സച്ചിക്ക് വേണ്ടി നടത്തുകയാണ്. അങ്ങനെ സച്ചിയുടെ ആ ഒരു ഇതൊക്കെ മനസ്സിലാകുകയാണ്. സച്ചിന് ഒട്ടും ഇഷ്ടമല്ല ചന്ദ്രയ്ക്ക് എന്ന് മനസ്സിലായി കഴിഞ്ഞു നമ്മുടെ രേവതിക്ക്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ഒരു സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതി ഇങ്ങനെ പൂവൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും സച്ചി വരുന്നു. സച്ചി വന്നിട്ട് ഇതെങ്ങനെ ഇത്ര സ്പീഡിലൊക്കെ കെട്ടാൻ പറ്റുന്നതെന്നൊക്കെ ചോദിക്കണം. അപ്പോൾ അവർ തമ്മിലൊരു ചെറിയൊരു സന്തോഷവും സംഭാഷണവും ഒക്കെ അവിടെ നടക്കുകയാണ് കേട്ടോ.
അങ്ങനെ അവർ തമ്മിൽ ചെറിയൊരു രസം തമാശയൊക്കെയാണ് ആ ഒരു ഭാഗം കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ രേവതി പറയുകയാണ്, എനിക്ക് പൂ കെട്ടാൻ ഞാൻ നല്ല എക്സ്പെർട്ടാണ്, ഞാൻ കണ്ണടച്ച് വരെ കിട്ടുമെന്ന് പറയുമ്പം കണ്ണടച്ച് പൂ കിട്ടുമോ, എന്നാൽ പിന്നെ ഒന്ന് കാണട്ടെ എന്ന് പറയുമ്പോൾ കണ്ണടച്ചൊക്കെ നമ്മുടെ രേവതി പൂവൊക്കെ കെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ രേവതി പൂ കെട്ടുന്നത് കണ്ടപ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ കെട്ടാൻ പറ്റൂലേ, എന്നാൽ പിന്നെ എന്നെയും കൂടെ ഒന്ന് പഠിപ്പിക്കാൻ പറയുന്നു. നമ്മുടെ സച്ചി പൂ എടുത്ത് കെട്ടാനൊക്കെ നോക്കിയിട്ട് സച്ചിനെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ കുറച്ച് രസകരമായ നിമിഷങ്ങളൊക്കെ അവരുടെ ആ ഒരു ഇതൊക്കെ കാണിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ശ്രുതി വീണ്ടും ശ്രുതിയുടെ ജീവിതത്തിലേക്ക് വരാനൊരു കാര്യം ഉണ്ടാവുകയാണ്. നമ്മുടെ ശ്രുതിക്കൊരു ആക്സിഡൻ്റ് ആകും, ചെറിയൊരു ആക്സിഡൻ്റ് ആകും. അത് വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കി പോകുമ്പോഴാണ് കേട്ടോ. കാരണം നമ്മുടെ സച്ചി ഇടയ്ക്കിടയ്ക്കിട്ട് കുത്തുന്നോണ്ട് ഞാൻ പോകുകയെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നതാണ് ദേഷ്യം വന്നിട്ട്. അങ്ങനെ പെട്ടെന്ന് ഒരു വണ്ടി വന്ന് മുട്ടും. അങ്ങനെ ആക്സിഡൻ്റ് ആകും. ആക്സിഡൻ്റ് ആയി കഴിയുമ്പോഴേക്കും, അങ്ങനെ ഒരു അപകടം ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് ഈ ശ്രുതിയാണ്. ശ്രുതി ഇത് കാണും, ശ്രുതിയാണ് എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പം അവരുടെ ആ ഒരു ഇത് അവിടെയാണ് തുടങ്ങുന്നത്, ബന്ധം അവിടെയാണ് തുടങ്ങുന്നത്. നമ്മുടെ ശ്രുതിയെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു, ശ്രുതിയെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു. അപ്പോൾ അവരുടെ ആ ഒരു ബന്ധം അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇനി കാണാനുള്ളത്. അപ്പോൾ ഇതിലെന്തെങ്കിലും പറയാൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നാളെ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അടുത്തൊരു പ്രേമവിശേഷം ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിലെന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ പറയാം കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. കൂടെ നമ്മുടെ ചിന്നൂസ് വേൾഡ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ കുറേ പ്രേക്ഷകരൊക്കെ അത് ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സ് ആക്കി ഒരാഴ്ച കൊണ്ട് ഇത്ര സബ്സ്ക്രൈബേഴ്സൊക്കെ ആക്കി തന്നു. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട്. അതിൽ നമ്മുടെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കഥ, അതുപോലെ തന്നെ നമ്മുടെ ഗൗതമിൻ്റെയും നന്ദയുടെയും കഥ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു ശുഭരാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ടാറ്റാ, ബൈ ബൈ.